നമുക്കിപ്പോൾ യാതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇനി അഥവാ എത്ര ദൂരെയാണെങ്കിൽ പോലും നമുക്കവിടെ എത്തിച്ചേർന്നേ മതിയാകൂ. ഇതെന്താണ്? ഈ വഴി രണ്ടു ഭാഗമായി പിരിഞ്ഞല്ലോ. ഇനി നാം ഏത് വഴിയിലൂടെയാണ് ചണ്ഡിക മാതാവിന്റെ ഗുഹയിലേക്ക് പോകുന്നത്? ചണ്ഡികാദേവിയുടെ ഗുഹയിലേക്ക് പോകണോ? ഇത് വളരെ ദുർഘടം പിടിച്ചൊരു സ്ഥലമാണ്. അവിടെ വരെ എത്തിച്ചേരുന്നത് അത്ര എളുപ്പമായിരിക്കില്ല രൂപവതി രാജകുമാരി. എന്നാൽ നമുക്ക് ചണ്ഡികാദേവിയുടെ ഗുഹയുടെ അടുത്തേക്ക് പോയേ മതിയാകൂ. അവിടെ എങ്ങനെ എത്തുമെന്ന് നീ നമ്മോട് പറയൂ. എന്നാൽ ശരിയായ മാർഗം നീ തിരഞ്ഞെടുക്കേണ്ടതാണ്. അഥവാ നിനക്ക് ശരിയായ മാർഗം തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞാൽ നിനക്ക് നിന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ എപ്പോഴും നീ ചുറ്റി കറങ്ങിക്കൊണ്ടേയിരിക്കും. പിന്നെ ഒരിക്കലും അവിടെ എത്തിച്ചേരാൻ നിനക്ക് കഴിയില്ല. പറയൂ, നീ ഏത് മാർഗമാണ് സ്വീകരിക്കുന്നത്? ഇവിടേക്ക് നോക്കിയാൽ ഒരു മാർഗത്തിൽ മുള്ളുകൾ നിറഞ്ഞു കിടക്കുന്നു, എന്നാൽ രണ്ടാമത്തെ മാർഗം പൂക്കൾ നിറഞ്ഞതുമാണ്. അതെ, ഇനി നിന്റെ തീരുമാനമാണ്. നീ ഏത് മാർഗത്തിലൂടെ പോകും? രാജകുമാരിയാണോ? പൂക്കൾ നിറഞ്ഞ പാത വെടിഞ്ഞ് ആരെങ്കിലും മുള്ളുകൾ നിറഞ്ഞ പാത സ്വീകരിക്കുമോ? നീ തന്നെയല്ലേ പറഞ്ഞത് ചണ്ഡിക മാതാവിന്റെ ഗുഹയിലേക്ക് പോകുന്ന മാർഗം വളരെ കഠിനമാണെന്ന്. കഠിനമായ മാർഗത്തിൽ എന്തായാലും പൂക്കൾ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വിശ്വാസമുണ്ട് മുള്ളുകൾ നിറഞ്ഞ മാർഗമാണ് ശരി. കൊള്ളാം, വളരെ ബുദ്ധിപരമായ ഒരു തീരുമാനമാണ് നീ എടുത്തിരിക്കുന്നത്. ശരിക്കും നീ പൂക്കൾ നിറഞ്ഞ ലളിതമായ മാർഗം തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ചണ്ഡിക മാതാവിന്റെ ഗുഹയിലേക്ക് എത്തുക എന്നത് നിന്നെ സംബന്ധിച്ച് അസംഭവ്യമായി മാറുമായിരുന്നു. എന്നാൽ നീ ഇപ്പോഴും ഒരു തവണ കൂടി ചിന്തിച്ചു നോക്കൂ. നമുക്ക് ചിന്തിക്കാൻ സമയമില്ല. നമ്മെ കൊണ്ട് സാധിക്കുന്ന അത്രയും വേഗത്തിൽ സുധാഫലം ശേഖരിച്ചേ മതിയാകൂ. എന്നാൽ നീയൊരു രാജകുമാരിയാണല്ലോ. നിന്റെ പാദങ്ങൾ ഒരിക്കലും ഒരു വരണ്ട ഭൂമിയിൽ പതിച്ചിട്ടുണ്ടാകില്ല. ഇന്ന് ആ പാദങ്ങളിൽ മുള്ളുകൾ തറയ്ക്കുന്നതാണ്, രക്തമൊഴുകുന്നതാണ്. സുധാഫലം കൊണ്ടുവരുന്നതിന് വേണ്ടി നീ ഇത്രയും കഷ്ടതകൾ അനുഭവിക്കുമോ? അതും മറ്റാർക്കെങ്കിലും വേണ്ടി? അത് മറ്റാർക്കും വേണ്ടിയല്ല. ഇത് നാം നമ്മുടെ പിതാവിന് വേണ്ടി ചെയ്യുന്നതാണ്. അഥവാ നമ്മുടെ പിതാവിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി നാം ഈ കഷ്ടത നേരിടും. നാം ഇപ്പോൾ തന്നെ വളരെയധികം വൈകിയിരിക്കുന്നു. നാം ഇപ്പോൾ പോവുകയാണ്. ഇപ്രകാരം നമ്മുടെ പിന്നിൽ കടാര വെക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു രാജവൈദ്യ? നിങ്ങളെ ഞാൻ ഒരുപാട് വിശ്വസിച്ചതല്ലേ? ഇല്ല മഹാരാജൻ, നമുക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു. നാം ചെയ്തില്ലായിരുന്നെങ്കിൽ മറ്റാരെങ്കിലും ചെയ്യുമായിരുന്നു. മഹാരാജൻ, നമ്മുടെ ജീവൻ നാം ജോഡിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞതാണ്. ജോഡിലെയോ? അതിനർത്ഥം നീ ജോഡിലേക്ക് വേണ്ടിയാണോ നമ്മുടെ ഈ വിശ്വാസവഞ്ചന കാണിച്ചത്? അതേ മഹാരാജൻ. മഹാരാജൻ, രാക്ഷസ റാണി ജോഡില എത്രത്തോളം ഭീകരിയാണ്. അവർക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് അങ്ങേക്ക് യാതൊരു ധാരണയുമില്ല മഹാരാജൻ. മഹാരാജൻ, രാജവൈദ്യൻ, മഹാരാജൻ, പക്ഷെ നിങ്ങൾക്കറിയില്ലായിരിക്കും. അഥവാ നമുക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ നാം അതിനേക്കാൾ ഭീകരനായി തീരുന്നതായിരിക്കും. നാം യാതൊരു വിധത്തിലും വിനാശം സംഭവിക്കാൻ അനുവദിക്കുന്നതല്ല. അങ്ങയ്ക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങയ്ക്കിപ്പോ കരുത്തില്ല മഹാരാജൻ. അങ്ങയ്ക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങ് ദുർബലനായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ധാരണ ശരിയാണെങ്കിൽ ഇവിടെ എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ടാകും. അതുകൊണ്ട് വിക്രമദേവന്റെ അറയിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല. അതെ, ഇതാണ് ഏറ്റവും നല്ല അവസരം.
മഹാരാജാവിന് ഭോജനം നൽകാൻ നമുക്ക് ആജ്ഞ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് നൽകൂ, നാം നോക്കിയിട്ട് വരാം. അസംഭവ്യം. മഹാരാജാവിന്റെ ഭോജനം ആർക്കും നൽകാൻ നമുക്ക് സാധിക്കില്ല. ഒരാളെയും അകത്തേക്ക് കടത്തിവിടാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. എങ്കിൽ നാം രാജാവിന്റെ സഹോദരനോടും രാജകുമാരനോടും ഇത് പറയുന്നതാണ്. മഹാരാജാവിന് ഭോജനം നൽകാൻ ശ്രമിച്ച നമ്മെ പടയാളികൾ തടഞ്ഞുവെന്ന്, അവരുടെ ആജ്ഞ ലംഘിച്ചു എന്നും പറയാം. ആജ്ഞ ലഭിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കും അവനിവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ദാസൻ ഇവിടെ കടന്നു വരാൻ എങ്ങനെ ധൈര്യപ്പെടും? അപ്പോൾ എന്താണ് പറയുന്നത്? ഇവനെ അകത്തേക്ക് കടത്തിവിടണോ? നമ്മുടെ ശരീരം ദുർബലമാണ്, എങ്കിലും നമ്മുടെ മനസ്സും ബുദ്ധിയും ഇപ്പോഴും ശക്തമാണ് രാജവൈദ്യ. നിനക്കൊരിക്കലും നമ്മെ നിയന്ത്രിച്ചു നിർത്താൻ സാധ്യമല്ല. മഹാരാജൻ, ഒരിക്കലും മഹാരാജൻ അങ്ങ് ദുർബലനാണ്. അങ്ങ് ദുർബലനാണ് മഹാരാജൻ. അങ്ങേക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ശാന്തനായാലും മഹാരാജൻ.